സാമ്രാജ്യത്തിനെതിരെയുള്ള ഐതിഹാസിക സായുധ സമരത്തിനിടയിൽ പിടിക്കപ്പെടുകയും പിന്നീട് തടവറയിൽ വെച്ച് വെടിയേറ്റ് മരണപ്പെടുകയും ചെയ്ത വിശ്വവിഖ്യാതനായ വിപ്ലവകാരി. ജ്വലിക്കുന്ന തീ ഓർമ്മയാണ് ചെഗ്വേര. മരണത്തിനിപ്പുറവും ലോകത്തിന്റെ വിപ്ലവ സൂര്യനായ ആ വിപ്ലവകാരി ഇന്നും ഓരോ വിപ്ലവകാരിയുടെയും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. മരണത്തിനിപ്പുറവും ലോകത്തിന്റെ വിപ്ലവ സൂര്യനായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം ചെഗ്വേരയുടെ ഉജ്ജ്വല സ്മരണ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഓരോ മനുഷ്യന്റെയും പ്രത്യാശയും ആവേശവും പോരാട്ട വീര്യവുമാണ്. 1928 ജൂൺ 14 അർജന്റീനയിലെ റൊസാരിയോയിൽ സീലിയ ദേല സെർണലോസയുടെയും ഏണസ്റ്റോ ഗുവേര ലിഞ്ചിന്റെയും 5 മക്കളിൽ മൂത്തവനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മാർക്സിസ്റ്റ് വിപ്ലവകാരിയും അന്തർദേശീയ ഗറില്ലകളുടെ തലവനും ക്യൂബൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവുമായിരുന്ന അദ്ദേഹം ചെഗ്വേര എന്നും ചെ എന്നും മാത്രമായും അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം ഏണസ്റ്റോ ചെഗ്വേര എന്നാണെങ്കിലും മാതാപിതാക്കളുടെ കുടുംബ പേരായ ലാ സെർണോ എന്നും ലിഞ്ച് എന്നും തന്റെ പേരിന്റെ കൂടെ ഉപയോഗിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പാവപ്പെട്ട ജനങ്ങളോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. തന്റെ പിതാവിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി ചെസ് കളി പഠിച്ചത്. തുടർന്ന് 12ാമത്തെ വയസ്സ് മുതൽ പല പ്രാദേശിക മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുവാനും തുടങ്ങി. എന്നാൽ മുതിർന്നു വരുന്തോറും ചെസ് കളിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം പതിയെ സാഹിത്യത്തിലേക്ക് മാറുകയായിരുന്നു. പാബ്ലോ നെരൂദ, ജോൺ കീറ്റ്സ്, ഫെഡറിക്കോ ഗാർസിയ, ഗബ്രിയലിയോ മിസ്ട്രൽ, വാൾട്ട് വിറ്റ്മാൻ തുടങ്ങിയവരുടെ കവിതകളിൽ അദ്ദേഹം ആകൃഷ്ടനായി. റൂഡിയാർഡ് ക്ലിപ്പിംഗിന്റെയും ഹോർസെ ഹെർണാണ്ടസിന്റെയും കൃതികളോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. വീട്ടില് ഏതാണ്ട് 3000ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യെ ഒരു ഉത്സാഹിയായ ഒരു വായനക്കാരനാക്കി മാറ്റി. ഈ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം കാറൽ മാർക്സിനെയും ജൂൾസ് വെർണനെയും എല്ലാം കൂടുതൽ അടുത്തറിയാൻ തുടങ്ങി. കൂടാതെ ജവഹർലാൽ നെഹ്റു, ആൽബർട്ട് കാമു, റോബർട്ട് ഫ്രോസ്റ്റ്, H.G. വൈൽസ് തുടങ്ങിയവരുടെ പ്രമുഖ പുസ്തകങ്ങളും അദ്ദേഹം ആസ്വദിച്ചു. ഈ എഴുത്തുകാരുടെ പല ആശയങ്ങളും അദ്ദേഹം തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുമായിരുന്നു. ബുദ്ധന്റെയും അരിസ്റ്റോട്ടലിന്റെയും ആശയങ്ങളും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ പെടുന്നു. ബെർട്രാൻഡ് റസ്സലിന്റെ സ്നേഹത്തെയും ദേശപ്രേമത്തെയും സംബന്ധിച്ചുള്ള ആശയങ്ങളും ചെയെ ഇക്കാലത്തായിരുന്നു ആകർഷിച്ചിരുന്നത്. കൂടാതെ സ്വപ്ന വ്യാഖ്യാനത്തെയും ഈഡിപ്പസ് കോംപ്ലക്സിനെയും സംബന്ധിച്ചുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര പരികൽപ്പനകളും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും രചനകളിലും കടന്നു വരുന്നതായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. തത്വശാസ്ത്രം, കണക്ക്, രാഷ്ട്രീയം, സാമൂഹ്യ ശാസ്ത്രം, ചരിത്രം എന്നിവയായിരുന്നു സ്കൂൾ ക്ലാസ്സുകളിൽ അദ്ദേഹത്തിന്റെ പ്രധാന പഠന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ചെ എന്ന ചെല്ലപ്പേര് പിന്നീട് ക്യൂബൻ സഹാക്കള് ഏണസ്റ്റോവിന് നൽകിയതാണ്. സ്പാനിഷ് ഭാഷയില് ചെ എന്ന പദത്തിന് ചങ്ങാതി, സഖാവ്, സഹോദരൻ എന്നൊക്കെയാണ് സന്ദർഭാനുസരണം വിശേഷണങ്ങൾ ഉള്ളത്. തുടർന്ന് 1948 ചെ ബ്യൂണോസ് ഐറിസ് സർവകലാശാലയിൽ വൈദ്യം പഠിക്കാനായിട്ട് ചേർന്നു. ലോകത്തെ അറിയാനായിട്ട് വളരെയേറെ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം തന്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നടത്തിയ 2 ലോകയാത്രകള് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ലാറ്റിൻ അമേരിക്കയുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെയും ജനങ്ങളുടെ ജീവിതത്തെയും അടുത്തറിയാൻ ഈ യാത്രകൾ സഹായിച്ചു. ചെറിയ മോട്ടോർ ഘടിപ്പിച്ച ഒരു സൈക്കിളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. അർജന്റീനയുടെ വടക്കൻ പ്രവിശ്യകളിൽ ഏതാണ്ട് 4500 കിലോമീറ്റർ താണ്ടിയ ഈ യാത്ര 1950 51 നടത്തിയ 2ാമത്തെ യാത്ര വളരെ പെട്ടെന്നായിരുന്നു. ഇത്തവണ സുഹൃത്തായ ആൽബർട്ടോ ഗ്രനാഡോയും കൂടെ ഉണ്ടായിരുന്നു. പഠന ക്ലാസ്സിൽ നിന്നും 1 വർഷത്തെ അവധിയെടുത്തായിരുന്നു എല്ലാവരുടെയും 2ാമത്തെ സഞ്ചാരം. പെറുവിലെ കുഷ്ഠരോഗികളുടെ കോളനിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുക എന്ന ഉദ്ദേശവും ഈ യാത്രയ്ക്ക് ഇവർക്കുണ്ടായിരുന്നു. ആമസോൺ നദിയുടെ തീരത്തുകൂടെ ആയിരുന്നു ഈ യാത്ര മിക്കവാറും.